എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊടി വേണ്ട ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഉമ്മച്ചി ആ കാട്ടിൽ കയറി മടലെല്ലാം എടുത്തോണ്ടിരിക്കുകയാണോ? അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാം. ഉമ്മച്ചി മടലെടുക്കുന്നതും വെട്ടാനുള്ള പണിയാണെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് നോക്കാം. ഓരോ അത്ത ഇന്നലെ ഇച്ചിരി കക്കയിറച്ചി കൊണ്ടുവന്നു, അതൊന്ന് കറി വെക്കാനായിട്ട്. അപ്പോൾ ഈ ചൂട്ട് ആദ്യം വെച്ച് തീ പിടിപ്പിച്ചാൽ നല്ലതായിട്ട് കത്തും. എന്നാൽ ഇച്ചിരി ചൂട്ട് വെട്ടിയെടുക്കാമെന്ന് വെച്ചാൽ അത്തായ വെട്ടിയിടുന്ന കിങ്ങിണിയും അത്തായും എല്ലാം കൂടി വെട്ടിയിടുന്നത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ, ഇച്ചിരി എടുത്ത് വെച്ചാൽ നല്ലതായിട്ട് തീ കത്തുമല്ലോ, അതിനാണ്. വെട്ടുമ്പോൾ നോക്കി വെട്ടണേ. നല്ലതാണ്. ഇതന്ന് ഞാൻ തിരൂർ ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മേടിച്ചു. അത് ഏതായാലും നല്ലൊരു വാക്കത്തിയായിരുന്നു. ആ വാക്കത്തിയുടെ ഷേപ്പ് തന്നെ വ്യത്യാസമുണ്ട്. അരിവാളിന്റെ പോലെ നല്ല രസമാണ്. അതുപോലെ ഈ കക്കാറച്ചി പോലല്ലേ ഈ തോടുള്ള സാധനം കല്ലുമ്മക്കായ ആ സാധനം ഓരോരുത്തടുത്ത് കണ്ടോട്ട് നമുക്ക് വെക്കണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കും, പക്ഷെ കിട്ടുന്നില്ല. അത് മലപ്പുറത്ത് ഞാൻ ഇതുപോലെ തിരൂർ ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അവിടെ എന്തെല്ലാം സാധനങ്ങൾ അവരിങ്ങനെ നോയമ്പ് തുറക്കുന്ന സമയത്ത് വെക്കുന്നതെന്ന്. അതുപോലെ ഓരോ രാജ്യത്തും അവർ വെക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെയായിട്ടും മേടിച്ചിട്ടില്ല. ഇനി ഇച്ചിരി കിട്ടിയാൽ നമുക്കും വെച്ചൊന്ന് കാണിക്കാം അല്ലേ. ഇത് സമയത്താണ് പോയി. അത് കാരണം അവിടുത്തെ എല്ലാം ഇത് കണ്ട് നല്ല രസമാണ്. അവിടെയൊക്കെ കാണാനും ഒക്കെ മലപ്പുറത്തോട്ടൊക്കെ പോയാൽ നല്ല ഭംഗിയാണ്. വിവിധ തരത്തിലുള്ള ഫുഡുകളും അവരോരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും. നമുക്ക് തന്നെ അത്ഭുതങ്ങൾ. മലപ്പുറത്തോട്ട് പോകുമ്പോഴേ അവർ ഈ ഓലയെല്ലാം ഇങ്ങനെ വെട്ടിയെടുത്ത് കുറേശ്ശെ ഈ ഓല എടുത്ത് കെട്ടിവെക്കും. വെച്ചിട്ട് അവരിതും കൊണ്ട് ഓരോ പാചകം ചെയ്യും. എന്ത് രസമാണ് കാണാനായിട്ട്. അത് അടുപ്പൊക്കെ പ്രത്യേക രീതി. അടുപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. അവരുടെ അടുപ്പ് നല്ല, അവരകത്ത് അടുപ്പുണ്ടെങ്കിലും പുറത്ത് അടുപ്പ് വെച്ചിട്ട് അതിനാ നല്ല കുഴി പോലൊക്കെ ഉണ്ട്. ഇത് വെച്ച് കത്തിക്കും. ഞാനും അങ്ങനെ വെച്ച് കത്തിച്ച് നോക്കും. നല്ല ഭംഗി, എളുപ്പം എല്ലാം വേകുകയും ചെയ്യും. ഞാനവിടെ പ്രസവത്തിൻ്റെ ഇത് കുളിപ്പിക്കാനായിട്ട് പോയതാണ്. ഒരു മാസത്തേക്ക് ഞാൻ പോയതാണ്. 40 ദിവസം നിൽക്കാമെന്നും പറഞ്ഞ് പോയി. പക്ഷേ അവിടെ ചെന്ന് നിന്ന് ഒരു 10-18 ദിവസമായപ്പോൾ എനിക്കൊരു തലകറക്കം ഉണ്ടായി. കാരണം നോയമ്പായിരുന്നു. നോയമ്പും പിടിച്ചുകൊണ്ടായിരുന്നു ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തലകറക്കമായിട്ട് വീണ് അവരെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം മൊത്തം കിടത്തി. എന്നിട്ട് പിറ്റേന്ന് എന്നോട് ചോദിച്ചാൽ എങ്ങനെ എത്താമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനും അത്തായും കൂടി വന്ന് എന്നെ വിളിച്ചുകൊണ്ടിങ്ങ് വന്നു. ഇടം വന്ന് ഓർത്തപ്പോൾ അതങ്ങ് ഇതായി പോയത്. അപ്പൊ ഇത് അനുഭവങ്ങളല്ലേ, ഓരോരുത്തരുടെ സ്നേഹങ്ങളും അവിടെ ചെന്നപ്പോഴത്തേക്കും. അതെ, അവർക്കൊക്കെ നല്ല സ്നേഹമായിരുന്നു. അവർ നല്ല കാശുള്ളവരാണേലും അവർ സ്വന്തം ഇതുപോലെ എന്നെ നോക്കി, എന്നെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് വലിയ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ നോക്കി. അങ്ങനെ ഞാൻ 18 ദിവസം കഴിഞ്ഞ് വന്ന്. നടക്കട്ടെ. ഇങ്ങനെ അവിടെ കഴിയുന്നുണ്ട്. അല്ലെ, ഇപ്പൊ എന്താന്ന് വെച്ചാ ഉമ്മച്ചി കഴിഞ്ഞ സന്തോഷം കൊണ്ടാ അങ്ങനെ എല്ലാം കഷ്ടപ്പെട്ടിട്ടു അല്ലേ. ഒത്തിരി പേരെ കാരണം ഇതുപോലെ എത്രയോ പേര് എന്തെല്ലാം അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ മടലിന്റെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. അതെ, ഓരോത്തിന്റെ വില നമുക്ക് മനസ്സിലായി. പൊടി അത്തായും ഉമ്മച്ചീനെ ചെന്ന് വിളിക്കാൻ പോയപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം വീട്ടുകാരെ കണ്ടപ്പോൾ ഉള്ള, നമ്മളിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണോ, അതായത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണോ എന്നുള്ള ഒരു ഇത് നിന്നായിരുന്നു. എന്നാലും ഇത് നിങ്ങൾക്ക് മുന്നിൽ അതേപോലെ തന്നെ നമ്മൾ കാണിക്കുക. കാരണം ഇതുപോലെ എത്രയോ പേർക്ക് ഓരോരോ അനുഭവങ്ങൾ ജീവിതത്തിലല്ലേ. നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ കടന്നല്ലേ നമ്മൾ ജീവിതത്തിൽ ഓരോ വിജയത്തിലേക്ക് എത്തുന്നത്. ഇപ്പം തന്നെ ഉമ്മച്ചി ആണെങ്കിലും അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ ഉമ്മച്ചി ഒരു കടയിലാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോവുക അല്ലേ. അതെ, അങ്ങനെ ഓരോരുത്തർക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കടയിൽ ജോലിക്ക് വിളിച്ചു. അപ്പം അങ്ങനെ ഞാൻ കടയിലായിട്ട് പോയി. അപ്പം എനിക്കറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങ് വെള്ളം വന്നതാ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നോയമ്പായിരുന്നു. നോയമ്പ് പിടിച്ച് അവര് നോയമ്പ് പിന്നെ പറഞ്ഞിട്ട് ഞാൻ നോയമ്പ് വിട്ടില്ല. വിടാതെ നോയമ്പും പിടിച്ചോണ്ടാ ജോലി. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇവിടെ നാത്തൂനുണ്ടായിരുന്നു, എന്റെ മരുമോളുണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യം ഓർത്ത് സങ്കടപ്പെടുകയേ വേണ്ടായിരുന്നു. ആ കൊച്ചെല്ലാം വെക്കുകയും ജോലി ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഇവരെ എല്ലാ അത്തായ മോനെ ഒക്കെ നോക്കുകയും ചെയ്യുമായിരുന്നു. അടുപ്പ് കൂട്ടേണ്ട ഒരു വെളിയിൽ ഒരു അടുപ്പ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മൾ അതിന് വേണ്ടി അടുപ്പോ കാര്യങ്ങളോ മേടിച്ചില്ല. അല്ലെ കല്ല് വെച്ചാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ സിമെന്റ് ഒക്കെ വെച്ച് വെക്കണം. അത് താമസമാണ്. അതിൽ നല്ലൊരു അടുപ്പ് മേടിച്ചിട്ട് വെച്ച് കൂട്ടി വെക്കാനായിട്ടുള്ള പ്ലാനാണ് ഞാൻ. അടുപ്പാകുമ്പോൾ ഇപ്പം എനിക്കറിയത്തില്ല, നേരത്തെ വിലയായിരുന്നു. അപ്പം നമ്മളിപ്പം നമ്മുടെ അകത്ത് തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് നമ്മൾ അടുപ്പേ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. പതിയെ നമ്മൾ വെളിയിലൊക്കെ കാണിക്കുന്നതായിരിക്കും.
അത് നമ്മൾ മുമ്പലത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു അടുപ്പിൻ്റെ കാര്യം. അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. അവിടെ അടുപ്പ് വെക്കുന്ന കാര്യങ്ങളും എങ്ങനെ അടുപ്പ് വെക്കുന്നതെന്നെല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ? അടുത്ത ഓഫിന് അങ്ങനെ നമുക്കൊരു അടുപ്പ്. ഇപ്പോൾ ഉമ്മച്ചിക്ക് അവധി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ മുറ്റത്തൊക്കെ നിന്ന് വിറക് വെട്ടുന്നതൊക്കെ നിങ്ങളെ കാണിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ നിന്നും ഒക്കെയാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ടാണ്. ഇവിടെ അപ്പം നമ്മൾ അടുപ്പ് കൂട്ടാനായിട്ട് പോകുന്നു. ഇത് അരകല്ലിടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ ഇവിടോട്ടൊരു അടുപ്പ് മേടിച്ച് വെച്ച് കത്തിക്കാവുന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുക. ഇവിടെ ആകുമ്പോഴത്തേനും കണ്ടോ നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 1/2 കിലോ കക്കാറച്ചി ഇതെല്ലാം ഇതിനകത്തെ എല്ലാം അഴുക്കെല്ലാം കുത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഞാൻ ഇനി ചേർക്കേണ്ട സാധനങ്ങൾ ഒരു 1.5 സബോള എടുത്ത് ചെറുതാ, കുറച്ച് ഇഞ്ചിയെ, ഇച്ചിരി വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, തക്കാളി, തേങ്ങാക്കൊത്ത്. അപ്പോൾ 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുക. 1.5 സ്പൂണ്. 1 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടി. കാശ്മീരി മുളക് പൊടിയാണ് ഇത്. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ഞാൻ ഇടുക. കൊച്ചു സ്പൂണാ. മഞ്ഞൾ പൊടി ഒരു 1/2 സ്പൂണ്. ഇത് മസാലപ്പൊടി. ഇതെല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഓരോന്നോരോന്ന് ഇടണ്ടല്ലോ, ഒന്നിച്ചിടാവല്ലോ എന്ന് വെച്ചാൽ. ഉള്ളവർക്ക് ഗരം മസാല ചേർത്താൽ മതി അല്ലേ? അതെ. അല്ലെങ്കിൽ പിന്നെ പൊടിയാണെങ്കിൽ ഞാനിടയ്ക്ക് എള്ളുണ്ട തിന്നോണ്ടിരിക്കുക. അതാ സംസാരിക്കുമ്പോഴത്തേന് ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാല ചേർത്താൽ. നമുക്കിപ്പോൾ അത് പൊടിച്ചതില്ല, അതുകൊണ്ട് നമ്മള് പൊടിയാ ചേർക്കുന്നത്, മീറ്റ് മസാലയുടെ. അതുകൊണ്ട് ഞാൻ ഈ കക്കായിറച്ചി അടുപ്പത്ത് വെക്കുക. ഇച്ചിരി വെള്ളമേ വെച്ചിട്ടുള്ളൂ ഇതേ. അപ്പൊ ഇതൊന്ന് വേകട്ടെ. ഇത് വല്ല മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം. അത് ചൂട്ടറ വെച്ചോണ്ടോ, ചൂട്ട് വെച്ചാൽ നല്ല കത്തും. ചൂട്ട് വെച്ചിട്ട് തീ പിടിപ്പിച്ചാൽ നല്ല കത്തും. എല്ലാരും കമന്റുകളിൽ കൂടെ ഒക്കെ നല്ല നല്ല കമന്റുകളൊക്കെ നല്ല നല്ല കമന്റുകൾ എപ്പോഴും തരുന്നുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും ഞങ്ങളുടെ ഒത്തിരി നന്ദി, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ ഇതൊന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സബോളയൊക്കെ വഴട്ടാം. അടുപ്പായോണ്ട് വേഗം. പക്ഷെ നമ്മള് ഗ്യാസിന്റെ അത്ര ഇത് വരത്തില്ല. തീ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ചൂട്ടും എല്ലാം വെച്ച് കക്കാറച്ചി വെന്തോന്നൊന്ന് നോക്കാം. ഞാൻ പിന്നെ ആദ്യം ഉപ്പിടാൻ മറന്നുപോയി. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാ ഇത് വേവിച്ചത്. ഇത് വെന്തു. ഇനി നമുക്ക് അടുത്തത് ഇതെല്ലാം കൂടി മൂപ്പിക്കുന്നത് കാണാം, സബോളയും എല്ലാം. അപ്പൊ ഞാൻ വേണ്ട ചീനിച്ചട്ടി വെക്കുക. നമ്മൾ കക്കാറച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് അല്പം കടുക്. എന്നെ കടുക് പൊട്ടുന്ന ഭയങ്കര പേടിയാ, ഓടിച്ച്. ഏട്ടാ ഇതങ്ങനെ ഒന്നും തെറിക്കത്തില്ല. അല്പം കടുക് ഇടുക. അങ്ങനെ ഒന്നും തെറിക്കത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് 2 കടുക് താഴെപ്പോയി, അതുകൊണ്ട് 2 കടുക് അടുപ്പത്തിട്ടേക്കാം. അങ്ങനെ ഉണ്ട്. കടുക് താഴെ പോയ 2 അടുപ്പത്തിടണമെന്നുണ്ട്. അല്ലേ വഴക്കുണ്ടാകുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഇനി അടുത്തത് ഞാൻ സബോള ഇടുക. എടാ നീ പേടിക്കണ്ടടാ, തെറിക്കത്തില്ല. ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്, എൻ്റെ അടുത്ത് തെറിക്കുന്നില്ല. പിന്നെ ഒരു മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങാക്കൊത്തിടുന്നത്. ഇത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ചുമക്ക ആയി കഴിയുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇതിനകത്തോട്ട് ഇടും. അടുത്തത് തേങ്ങാക്കൊത്തിടുക. നമ്മളെ തേങ്ങാക്കൊത്ത് കാണുന്നില്ല, വെളുത്തു പോയി ലൈറ്റ് കാരണം. അത് വേണ്ട, കണ്ടോ തേങ്ങാക്കൊത്ത്. അതും കൂടി ഒന്ന് മൂക്കട്ടെ. അടുത്ത നമുക്ക് വെളുത്തുള്ളി ഇടാം. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക് എല്ലാം കിട്ടും അല്ലേ. പിന്നെ തക്കാളിക്ക എല്ലാം കൂടി ഒന്നിച്ചിട്ടാ നമ്മൾ ഇളക്കും. കരിയാപ്പില. പിന്നെ നമുക്ക് ഇവരെ ഇട്ടങ്ങോട്ടൊന്ന് ഇളക്കാം. എല്ലാവരെയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇവരെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ കക്കായിറച്ചിന്ന് നമ്മൾ അങ്ങോട്ട് ഇടുന്നത്. ഇപ്പൊ ഉമ്മച്ചിയുടെ കരച്ചിലൊക്കെ പോയോ? ഇപ്പൊ പോയി. അന്നേരം ഒന്ന് സങ്കടം വന്നുപോയി. അതാ ഞാൻ ഓർത്തില്ല, പക്ഷെ പറഞ്ഞപ്പോ അങ്ങ് സങ്കടം വന്നുപോയി. എല്ലാം മൂത്ത് വന്നേ, നല്ല ചുമക്കയായി. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഈ മുളക് പൊടിയും എല്ലാം കൂടി മിക്സാക്കി വെച്ച് നമുക്ക് അങ്ങോട്ട് ഇടാം. ഓരോന്നോരോന്നിട്ട് അങ്ങ് കരിഞ്ഞു പോകും, അടുപ്പല്ലേ. അതുകൊണ്ട്
ഇങ്ങനെ ഒന്നിച്ചാക്കി അങ്ങിടാം. എന്നിട്ട് നമുക്കങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനകത്തോട്ട് ആ കക്കായിറച്ചി എടുത്തിടണം. ഈ കക്കാറച്ചി ഓരോരുത്തർ തോരനും ഒക്കെ തോരൻ വെക്കാറുണ്ട്, റോസ്റ്റ് ചെയ്യാറുണ്ട്, ഇച്ചിരി ചാറിട്ട് വെക്കാറുണ്ട്, ഇറച്ചിക്കറി പോലെ ആക്കി വെക്കാറുണ്ട്. ഇത് കാൽസ്യത്തിന് നല്ലതാ. പിള്ളേരൊക്കെ ഉണ്ട്, ഇച്ചിരിയേ ഉള്ളു, ഇത് അരക്കിലോ അല്ലേ, അതാ ഇച്ചിരി. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇതാ. അപ്പൊ ഇനി ഇത് മൂത്ത് ഇനി നമുക്ക് നമ്മുടെ കക്കാറച്ചി അങ്ങോട്ടിടാം. മച്ചി ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ച കക്കാറച്ചിയാ. ഇത് നമുക്ക് വേണേൽ ഫ്രൈ ചെയ്ത് വേണേലും എടുത്ത് ഉണ്ടാക്കാം, പൊരിച്ചെടുത്ത്. ഇതിപ്പോ നമ്മള് ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. ഇത് ചൂടാണല്ലോ ഉമ്മ. അത് ഞാൻ ഇങ്ങനെ കമ്പിയും കൊണ്ട് പിടിച്ചിട്ട് അങ്ങോട്ട് ഇവരെ അങ്ങോട്ട് ഇടും. ഉപ്പൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്താ മതിയല്ലോ. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് ഒരു പിടിപ്പീര് പിടിപ്പിക്കും. അത് തന്നെ. ഇനി ഇവരെ എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് ഇതാക്കുന്നുണ്ട്. ആ ഇളക്കില്ല, അതിന്റെ ഒരു പിടിച്ച മസാല എല്ലാം കൂടെ പിടിച്ച തക്കാളിയും കൂടെ ഉള്ള ഗ്രേവി എല്ലാം കൂടെ ഇങ്ങനെ വന്ന് നല്ല ഇതാകും. ഒരു സ്വല്പം വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം, ഒരിച്ചിരി. ഇത് വേവിച്ച് വെച്ചോണ്ട് ഒത്തിരി വെള്ളം ഒന്നും വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് ഗ്രേവി എല്ലാം കൂടി ഒന്ന് പിടിച്ചു വരാനായിട്ട് ഒരു തുള്ളി സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച്. നമ്മൾ പെരളം പോലെ ആക്കിയാ വെക്കുന്നത്. അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇനി ആവി കിടന്നൊന്ന് വേഗട്ടെ. തീ നമുക്ക് ഇച്ചിരി ഒന്ന് കുറച്ചേക്കാം. തീ കുറയ്ക്കാൻ ഇത് അടുപ്പും അല്ല, ഇതിലെ ഒരു വിറക് അങ്ങ് മാറ്റണം. ഇനി നമുക്ക് വെന്തിട്ട് കാണാം. ഗ്രേവി എല്ലാം കൂടി ഇട്ട് പിടിച്ചോന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇതില് ഗ്രേവി എല്ലാം പിടിച്ച് എല്ലാം നല്ല ഇതായി ഉണ്ട്, വെള്ളമൊന്നുമില്ല. ഈ പാത്രത്തിലോട്ട് അങ്ങിട്ടോ വെന്തെങ്കിൽ. അപ്പൊ അതേണ്ടേ നമ്മുടെ കക്കാറച്ചി നല്ല പൊളമ്പൻ സാധനമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു നാരങ്ങായും ഇച്ചിരി സവോള അങ്ങോട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ പൊടീനെ വീഡിയോ പിടിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഉമ്മച്ചിക്ക് വീഡിയോ ഇങ്ങനെ ചുവന് പിടിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പൊടി നീ എന്നാൽ വീഡിയോ പിടിച്ചോളാം. പൊടി അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം എടുത്ത് ചുമ്മാ ഒന്ന് തിന്ന് നോക്കി. അപ്പം നമ്മുടെ നാരങ്ങ നമ്മൾ ഇതുവരെ പിരിഞ്ഞ് നോക്കിയിട്ടില്ല. നമുക്ക് ഇതും കൂടെ ഒന്ന് ശകലം ഒഴിച്ചാൽ മതിയല്ലേ. വരുമ്പോ അതൊരു പ്രത്യേക ടേസ്റ്റാ. എന്നിട്ട് ഇതേ ഇങ്ങനെ പിരിഞ്ഞിട്ട് അങ്ങോട്ട് സവോളയും കൂട്ടി അങ്ങോട്ട് തിന്നണം. സവോള വേണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ആ നാരങ്ങയുടെ ഇതും കൂടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ അങ്ങ് തിന്നണം. എങ്ങനെ ഇരിക്കുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട്. പൊടി നോക്കുന്നു. ഞാൻ പിടിക്കാം. പൊടി വേണമെങ്കിൽ കയത്തിന്നോ. ഞാൻ സവോള ഇല്ലാതെ തിന്നു നോക്കാം. നല്ല സാധനം, നല്ല രുചിയുണ്ട്. ഞാൻ വെച്ചോണ്ട് പറയുവല്ല, നല്ല ടേസ്റ്റ്. ഒന്ന് തിന്നട്ടെ. എല്ലാ വീഡിയോയിലും നമ്മൾ അങ്ങനെ പറയുന്നല്ലേ. അതെ, ഞാൻ തിന്ന് നോക്കിയതാ, കൊള്ളാം. എന്നാലും അയ്യോ കൈ കൊള്ളാന്ന്. വലിയ കൊള്ളല് പക്ഷെ എനിക്ക് തോന്നിയില്ല. പൊടിക്ക് കൈ കൊള്ളുന്നുണ്ടായിരിക്കും. ആ സവോളയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തിന്നണം. കറി ഒന്നും ഇല്ലേലും അല്ലേ, കറിയല്ല അപ്പം ഒന്നും ഇല്ലേലും ചുമ്മാ തിന്നാനാണേലും നല്ലതാ. നല്ലതാ ചുമ്മാ അങ്ങ് തിന്നാം, ചോറിന്റെ കൂടാനും തിന്നാം, ചുമ്മാ പിറക്കിയും തിന്നാം. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നു. ഉമ്മച്ചി ഇത് ഓഫ് ചെയ്തിട്ട് ഇനി തിന്നോളാം അല്ലേ, ചോറിന്റെ കൂടെ വല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കക്കാറച്ചി നല്ലൊരു റോസ്റ്റ് പോലെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാ തിന്നാനായിട്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് തന്നെ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബിനും കമൻറ്റിനും ലൈക്കിനും ഞങ്ങൾ കാത്തിരിക്കുക. അതെ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണം അല്ലേ. അതെ, എല്ലാവരും വീഡിയോ ഒന്ന് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങളിരുന്ന് കണ്ടാൽ മതി വീഡിയോ അല്ലേ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരുടെയും ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടിരുന്ന് സമാധാനത്തോടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പം നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. പൊടി ഇരുന്നതേ തിന്നോണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക,
സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അത് തന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണ് ഇപ്പൊ കക്കാറച്ചി എല്ലാരും ഉണ്ടാക്കാൻ മറക്കരുത്, ഉണ്ടാക്കി ഒന്ന് നോക്കണം. അതെ. അപ്പൊ അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്ക് ബൈ. ബൈ.